കുട്ടികളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ നടത്തി തുടങ്ങാം. അത് മ്യൂച്വൽ ഫണ്ടിൽ നല്ല ഫണ്ട് സെലക്ട് ചെയ്ത് SIP ആയിട്ട് തുടങ്ങാം. അത് ഒരു നല്ല ഓപ്ഷനാണ്. അതൊരു പ്യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അത് മക്കൾ ഹയർ എഡ്യൂക്കേഷൻ്റെ കാലഘട്ടമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു എമൗണ്ട് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് തീരുമാനിക്കാം എത്ര രൂപയാണ് ഹയർ എഡ്യൂക്കേഷൻ പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനനുസരിച്ചുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒരു ചെറിയ തുക വെച്ചിട്ട് നിങ്ങൾ തുടങ്ങിയാൽ മതി. പിന്നീട് നിങ്ങൾക്ക് അതിലേക്ക് ടോപ്പപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോഴേക്കും അടയ്ക്കുന്ന എമൗണ്ടിൻ്റെ കോൺട്രിബ്യൂഷൻ കൂട്ടിക്കൊണ്ടുവരാം. ആ രീതിയിലെല്ലാം ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മക്കളുടെ എഡ്യൂക്കേഷൻ ടൈം ആകുമ്പോഴേക്കും എഡ്യൂക്കേഷൻ ലോണോ കാര്യങ്ങളോ എടുക്കാതെ തന്നെ, അങ്ങനെയുള്ളൊരു ലോൺ പർപ്പസിലേക്ക് പോകാതെ തന്നെ നമുക്ക് കോളേജ് എഡ്യൂക്കേഷന് വേണ്ട ഒരു എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാനും സാധിക്കും. ഇതൊരു പ്യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. ഇതിൽ തന്നെ ഈ രീതിയിൽ തന്നെ മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നല്ല ഇൻഷുറൻസ് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് പ്രൊട്ടക്ഷനോട് കൂടിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പാരൻസാണ് മക്കൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ നടത്തുന്നത്. ഈ കോൺട്രിബ്യൂഷൻ നടത്തുന്ന പാരൻസിന് എന്തെങ്കിലും സംഭവിച്ചാലും മക്കൾക്ക് എഡ്യൂക്കേഷന് വേണ്ട ഒരു തുക ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലും നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള സ്കീമുകളും ഉണ്ട്. ഇത് പ്യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്, മ്യൂച്വൽ ഫണ്ടിലോ കാര്യങ്ങളിലോ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങളോ നടത്തിക്കൊണ്ട് പോകുന്ന അത്രയും ഒരു ഗ്രോത്ത് ചിലപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിച്ചോളുന്നില്ല. പക്ഷേ ഇത് ഒരെണ്ണം കൂടി നിങ്ങൾ എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. കാരണം ഒരു അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമുക്കാർക്കും അത് ഒഴിവാക്കാനോ കൃത്യമായിട്ട് അത് പ്രവചിക്കാനോ മാനേജ് ചെയ്യാനോ ചിലപ്പോൾ സാധിച്ചോളുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ നല്ല രീതിയിൽ ഒരെണ്ണം കൂട്ടത്തിൽ എടുത്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങളിൽ നിന്ന് വരുന്നൊരു നല്ലൊരു എമൗണ്ട് ഉണ്ടാവും. കൂട്ടത്തിൽ ഈ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മക്കളുടെ ഭാവിയെ പറ്റിയിട്ടൊരു ടെൻഷൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത് നമ്മൾ ആവശ്യമുള്ളൊരു തുകയ്ക്ക് വേണ്ട ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ മക്കളുടെ എഡ്യൂക്കേഷനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തന്നെ ചെയ്യേണ്ടത്, കുട്ടികളായി കഴിയുമ്പോൾ ഇപ്പോൾ എത്രയും വേഗം ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് തുടങ്ങുക. പറ്റുമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഒരു ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കിഡ്സ് പ്ലാനുകൾ അവൈലബിൾ ആണ്. അങ്ങനത്തെയും ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യുക.